ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം. ദശകം 30. വാമനാവതാരം. ഇന്ദ്രനാലേ ബാധിച്ചോര മഹാബലവാനം ബലി, ശുക്രനാലേ ജീവൻ കിട്ടി യാഗങ്ങൾ ചെയ്തു. സുദർശന ചക്രത്തെയും പേടിയില്ലാത്തവനായി ത്രിലോകങ്ങൾ തൻ്റെ കീഴിൽ പിടിച്ചടക്കി. ദേവമാതാ അതിരിയോ അത്യന്തം ദുഃഖിതയായി പതിയായ കാശ്യപന്റെ ശരണം തേടി. കാശ്യപോപദേശത്താലേ 12 നാളുകൾ ദേവി പയോവ്രത ഭജനവും നടത്തിയല്ലോ. വ്രതാവസാനത്തിങ്കലോ ആദിരിക്കു മുന്നിലായി ചതുർബാഹുവായി വിഷ്ണു പ്രത്യക്ഷനായി. ഭവതിക്കു പുത്രനായി അവതാരം ചെയ്യും ഞാനും വിഷ്ണു ചൊല്ലി ഉടൻ തന്നെ അപ്രത്യക്ഷനായി. കാശ്യപവീര്യത്തിങ്കലോ സന്നിധാനം ചെയ്തു വിഷ്ണു ആരീരിതൻ ഗർഭത്തിങ്കൽ പ്രവേശിച്ചല്ലോ. ദ്വാദശി പക്ഷവും തിരുവോണവും കൂടിയ ദിനം ദിവ്യ വൈഷ്ണവ രൂപത്തെ പ്രസവിച്ചല്ലോ. ദേവഗണം ആനന്ദത്താൽ പെരുമ്പറ മുഴക്കവേ ആശ്രമത്തിങ്കലെങ്ങും പുഷ്പവർഷമുണ്ടായി. അച്ഛനും അമ്മയും ഭക്ത്യാ സ്തുതിച്ചൊരാ നിമേഷത്തിൽ ബ്രഹ്മചാരി വേഷത്തെയും കൈക്കൊണ്ടു ദേവൻ. സർവേശ്വര ആവിടുന്നു മേഖലയും ദണ്ടും പിന്നെ കൃഷ്ണാജിനം അക്ഷമാല എന്നിവയുമായി അത്യന്ത തേജസ്വിയായി അഗ്നിപൂജയും നടത്തി. ബലിയുടെ യാഗം കാണാൻ യാത്ര തിരിച്ചു. ശരീരത്താൽ ഭൂമിയാകെ കുലുക്കിയ വടുവേഷം അന്യരുടെ ചൂടകറ്റാൻ എന്ന പോലവേ കുട ചൂടിയ സൂരരെ നേരിടാനെന്നതുപോലെ ദണ്ഡുമേന്തി യാഗശാല തേടിപ്പോയല്ലോ. നർമ്മദാ നദീതീരത്തു അശ്വമേധയാഗശാല സമീപത്തു വടുവേഷം എത്തിച്ചേർന്നപ്പോൾ സൂര്യനോ അഗ്നിദേവനോ സംശയിച്ചു ജനതതി. അവിടുത്തെ അനുപമ തേജസ്സു കാൺകേ തേജസ്വിയം വാമനനെ സ്വീകരിച്ചു ഭൃഗുക്കളും. പുണ്യശാലിയായ ബലി രോമാഞ്ചം കൊണ്ടു വാമനന്റെ കാൽ കഴുകി പുണ്യമാകുമാതീർത്ഥത്തെ ധരിച്ചല്ലോ ശിരസിങ്കൽ ഭക്തനമ്പലി. ശിവൻ തൻ്റെ ശിരസിങ്കൽ അണിയുന്ന പാദതീർത്ഥം അസുരനായിട്ടു കൂടി ബലിക്കു കിട്ടി. പ്രഹ്ലാദവംശനായിട്ടോ യാഗമേറെ നടത്തിട്ടോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.